ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ 2ാമത്തെ ചാപ്റ്റർ 9th ചാപ്റ്റർ ആണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതുപോലെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2 ക്ലാസ്സുകളായിട്ടാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാർട്ട് 1 ക്ലാസ് ആണ്. ബാക്കിയുള്ളത് പാർട്ട് 2 ക്ലാസ്സിലായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക. അപ്പോൾ നമുക്ക് നോക്കാം. ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം. Observe the pictures given above. Draw an emoji on the pictures that show desired behavior in the society. In which pictures did you draw the emoji? Why? അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് ഡിസൈഡ് ആയിട്ടുള്ള പിക്ചർ ഏതാണ്, അതിൽ ഈ ഇമോജി, ഈ സ്മൈലി ഇമോജി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, അതിലൊരു ഇമോജി ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ തിക്കും തിരക്കിൽ നിന്ന്, അതായത് ക്യൂ പാലിക്കുക, എവിടെ പോയാലും ക്യൂവിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ. അതിലും ഇമോജി കൊടുത്തിട്ടുണ്ട്. Ready? Next, to enable people to live freely, peacefully and progressively in a society, it is essential to follow laws and rules. നമ്മൾ ഈ സൊസൈറ്റിയിൽ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രസീവും സമാധാനപരമായിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നിയമങ്ങളും റൂളുകളും എല്ലാം പാലിക്കണം. ആൻഡ് യു മേ ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ യുവർ ഏർലിയർ ക്ലാസ്സസ് ദാറ്റ് വി ഫോളോ സർട്ടൻ റൂൾസ് ഇൻ സ്കൂൾസ് ആൻഡ് പബ്ലിക് പ്ലേസസ്. നമ്മുടെ സ്കൂളിലും നമ്മൾ പബ്ലിക് പ്ലേസസിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ പല നിയമങ്ങളും പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. Ours is a country with a vast geographical area, large population, where people from different sections live together. The advancement of such a diverse country is made possible by following certain laws, rules and systems. Similarly, most of the countries also have a unified document based on fundamental principle that supports their existence and governance. This is called the Constitution. ഇതിലെന്താ പറയണത്? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഭൂഘടനയുള്ള രാജ്യമാണ്. പോപ്പുലേഷനും ജനസംഖ്യ കൂടുതലാണ്, ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു രാജ്യത്ത് മര്യാദയ്ക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ ഉറപ്പായിട്ടും ചില നിയമങ്ങൾ വേണം അല്ലേ, ചില സിസ്റ്റംസ് വേണം. അതെല്ലാം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരുപാട് രാജ്യങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ നിയമങ്ങളുണ്ട്, എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. നമ്മൾ ചെയ്യാൻ പാടുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടാത്ത കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മുടെ ഭരണത്തെ സഹായിക്കുന്ന ആ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഡോക്യുമെൻറ്റഡ് ആണ്, എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക, ഭരണഘടന. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ വേണം. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എൻ ഓതൻറ്റിക് ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഫണ്ടമെൻ്റൽ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് നീഡഡ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെൻറ് ഇൻ എ കൺട്രി. അപ്പോൾ ഇത് ആവശ്യമാണ് കേട്ടോ. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ ഇൻ്റർവ്യൂ കണ്ടക്റ്റഡ് ബൈ ദ ചിൽഡ്രൻ ഓഫ് പാലവില UP സ്കൂൾ വിത്ത് എ സീനിയർ ലോയർ അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് ദി സ്കൂൾ സയൻസ് ക്ലബ്. അപ്പോൾ നമ്മളൊരു സീനിയർ ലോയറുമായിട്ട് കുട്ടികൾ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതാദ്യം നോക്കാം. ഫ്രം വേർ ഡു അവർ റൂളേഴ്സ് ഗെറ്റ് ഓൾ ദീസ് പവേഴ്സ്. നമ്മുടെ ഭരണാധികാരികൾക്ക് എവിടെ നിന്നാണ് അധികാരങ്ങൾ ലഭിക്കുന്നത്? വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് വേർ ആർ ദേ റെക്കോർഡഡ്. ഒരു പൗരൻ, ഒരു സിറ്റിസണിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് രാജ്യത്തോട്. ആൻഡ് വേർ ഇസ് ഇറ്റ് റിട്ടൺ അബൌട്ട് സിസ്റ്റം ഓഫ് സ്റ്റേറ്റ് ഗവർണൻസ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ചും ഗവർണൻസിനെ കുറിച്ചും എവിടെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? വേർ ഇസ് ഇറ്റ് മെൻഷൻ അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇതിനെല്ലാമുള്ള ഉത്തരം എന്താണ്? ദ ആൻസർ ഫോർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെക്കുറിച്ച് എല്ലാം മെൻഷനിങ് ഉള്ളത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കിൽ എല്ലാം ഉണ്ട്. ആൻഡ് അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, വാട്ട് ഐഡിയാസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്? ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഓഫ് ദ സ്റ്റേറ്റ്, ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ, റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ, എക്സസൈസ് ഓഫ് പവേഴ്സ്.
അടുത്തത് നമ്മുടെ ഈ ഭരണഘടന വരുന്നതിന് മുമ്പ്, ഇത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിയമങ്ങളില്ലേ, എഴുതി വെക്കപ്പെട്ട റൂളുകളില്ലേ എന്നൊക്കെ സംശയം വരാമല്ലോ, അതെങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ് us examine the history that led to the formation of the idea of the constitution. അപ്പോൾ ഈ ഭരണഘടന എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. predecessors of the constitution എന്നാണ് ടോപ്പിക്ക്. കോഡ് ഓഫ് ഹമ്മുറാബി. അപ്പോൾ ഹമ്മുറാബീസ് കോഡ് എന്ന് നമ്മൾ പറയും. ദ കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ്സ് ഇൻ ദ വേൾഡ്. അതായത് ഏറ്റവും പഴയ നിയമങ്ങളുള്ള ആരുടെയാണ്? ഹമ്മുറാബിയുടെ കോഡിലുള്ള, ലോകത്തിലെ തന്നെ കേട്ടോ. ഹമ്മുറാബി വാസ് ദ റൂളർ ഓഫ് ആൻഷ്യൻ ബാബിലോൺ. അപ്പോൾ ആൻഷ്യൻ ബാബിലോണിയയിലെ ഒരു റൂളർ ആയിരുന്നു ഹമ്മുറാബി. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടമാണ് 1792 to 1750 BCE ആണ്. ആൻഡ് ദിസ് ലീഗൽ കോഡ് ഡിക്റ്റേറ്റ്സ് ദാറ്റ് നോ വൺ ഹാസ് ദ അതോറിറ്റി ടു വയലേറ്റ് ദ ഫണ്ടമെന്റൽ ലോസ് ഓഫ് എ കിങ്ഡം. ഓക്കെ, അപ്പോൾ ആ ലോ പറയുന്നുണ്ട് ആർക്കും എന്ത് ചെയ്യാനുള്ള അധികാരമില്ല. കിങ്ഡം, അതായത് അന്ന് രാജ്യ അധികാരമാണല്ലോ, ആ കിങ്ഡം അവർ പറയുന്ന നിയമങ്ങൾ, ഫണ്ടമെന്റൽ ലോസ് തെറ്റിക്കാൻ, വയലേറ്റ് ചെയ്യാൻ ആർക്കും അധികാരമില്ല. അതായിരുന്നു ആ ഒരു കോഡ് ഓഫ് ഹമ്മുറാബിയിൽ നിന്നാണ് ഇന്നത്തെ ഭരണഘടന എന്ന് പറയുന്ന ആശയത്തിലേക്ക് ആളുകൾ എത്തിയത്. മഗ്ന കാർട്ടയാണ് അടുത്തത്. അത് ഇംഗ്ലണ്ടിലാണ് കേട്ടോ. ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് വെർ ഫെഡ് അപ്പ് വിത്ത് ദ ഓട്ടോക്രസി ഓഫ് ദ മൊണാർക്സ്. ഇൻ 1215 CE കിങ് ജോൺ വാസ് സീസ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ടു സൈൻ ദ മഗ്ന കാർട്ട. ദ ചാർട്ടർ എഗൈൻസ്റ്റ് ദിസ് ഓട്ടോക്രസി. ദ ചാർട്ടർ മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ കിങ് ആൻഡ് ദ ഗവൺമെന്റ് വെർ നോട്ട് എബവ് ദ ലോ. ദ മഗ്ന കാർട്ട ഈസ് കൺസിഡേർഡ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഈ മഗ്ന കാർട്ട എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? അന്ന് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഓട്ടോക്രാറ്റിക് റൂളുകളാണ്. അതായത് സ്വേച്ഛാധികാരം, ഒറ്റയ്ക്കുള്ള ഭരണമൊക്കെയാണ്. അതായത് ജനങ്ങളെ ഒന്നും പങ്കാളികളാക്കിയുള്ള ഭരണമായിരുന്നില്ല, മൊണാർക്കുകളായിരുന്നു. അപ്പോൾ അവരുടെ ഈ രാജാധികാരത്തിനെതിരെ 1215 കിങ് ജോൺ ആണ് അന്ന് അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ജോണിനെ പിടിച്ചു വെച്ചിട്ട് മഗ്ന കാർട്ട എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ആളുകൾ സൈൻ ചെയ്യിപ്പിച്ചു, അവിടുത്തെ ജനങ്ങൾ. അത് ഓട്ടോക്രസിക്ക് എതിരെയായിരുന്നു. ആ ചാർട്ടറിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റോ കിങ്ങോ രാജാവോ നിയമങ്ങൾക്കും മുകളിലല്ല. അപ്പം നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. രാജാവും കിങ്ങും ഗവൺമെൻറ്റും ഒന്നും ഈ നിയമത്തിന് മുകളിലുള്ളവരല്ല എന്നതായിരുന്നു മഗ്ന കാർട്ടയിൽ ഉണ്ടായിരുന്നത്. മഗ്ന കാർട്ട എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യാവകാശങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ആണ്. അതിൽ കുറേ റൈറ്റ്സ് ഒക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇംഗ്ലണ്ടിൽ തന്നെ നടന്ന ഒന്നാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. In the 17th century, several conflicts occurred in England between the Parliament and the monarchs who acted against the interest of the Parliament. Among these, the most important one was Glorious Revolution in 1688 CE. The autocracy of the king entered and the authority of the Parliament increased through this revolution. The power of monarchs came under the control of the Parliament. This led to the formation of constitution that grants power to the Parliament in England. അപ്പോൾ 17ാം നൂറ്റാണ്ടിലാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ, മഹത്തായ വിപ്ലവം എന്ന് മലയാളത്തിൽ പറയും, ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. ഇത് ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റും അതുപോലെ മൊണാർക്കുകളും രാജാക്കന്മാരും തമ്മിലുള്ള ഒരു റെവല്യൂഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഹു ആക്ടഡ് എഗൈൻസ്റ്റ് പാർലമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിനെതിരായിട്ടാണ് ഈ മൊണാർക്സ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി. അങ്ങനെയാണ് 1688 ഈ ഓട്ടോക്രസി, രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങൾ അവസാനിപ്പിച്ചിട്ട് അതോറിറ്റി ഓഫ് ദ പാർലമെൻറ്റിൻ്റെ അധികാരം ഇൻക്രീസ് ചെയ്യിപ്പിച്ചു, കൂട്ടി. ഓക്കെ, അങ്ങനെ മൊണാർക്കിൻ്റെ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം പാർലമെൻറ്റിൻ്റെ കൺട്രോളിൽ തന്നെ ആയി. ഓക്കെ, അങ്ങനെ പുതിയതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ കാരണമായി ഇംഗ്ലണ്ടിൽ. അങ്ങനെ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിന് പവർ കിട്ടുന്നതാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. ഇതുപോലെ തന്നെയാണ് അമേരിക്കയിൽ സംഭവിക്കുന്നത്. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്. അമേരിക്ക ആദ്യം ഒരു കോളനി ആയിരുന്നു. അമേരിക്കയിലെ പല രാജ്യങ്ങളും കോളനീസ് ആയിരുന്നു. അപ്പോൾ അമേരിക്കൻ ഡിക്ലറേഷൻ നോക്കാം. 13 നോർത്ത് അമേരിക്കൻ കോളനീസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ 13 നോർത്ത് അമേരിക്കയിലുള്ള 13 കോളനീസ് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു. പണ്ട് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഭരിച്ചു, ഇന്ത്യയിൽ വന്ന് ബ്രിട്ടീഷുകാരെ റൂൾ ചെയ്ത പോലെ തന്നെയായിരുന്നു അമേരിക്കയിൽ പോയിട്ടും ഇവർ 13 കോളനികൾ അടക്കി ഭരിച്ചു. ഓക്കെ, എഗൈൻസ്റ്റ് ദ റോങ് പോളിസീസ് ഓഫ് ബ്രിട്ടൻ. അങ്ങനെ ബ്രിട്ടനെതിരെ അവിടെയുള്ള ആ അമേരിക്കൻസ് എഗൈൻസ്റ്റായി വരികയാണ്. ഫോളോവിങ് ദിസ് എ ഡിക്ലറേഷൻ വാസ് മെയ്ഡ് ബൈ ദ കോളനീസ് ഇൻ 1776 CE. അപ്പോൾ അതിനുശേഷം ഇവർ എതിർത്തു. അതിനുശേഷം അമേരിക്കൻസായി ഈ പറയുന്ന കോളനികൾ സ്വാതന്ത്ര്യമായിട്ട് അവർ തന്നെ ഒരു ഡിക്ലറേഷൻ പുറപ്പെടുവിക്കുകയാണ് 1776. ഇറ്റ് ഈസ് നോൺ ആസ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അവർ സ്വയം
ഡിക്ലെയർ ചെയ്യാണ് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത്. ആൻഡ് ദിസ് ഡിക്ലറേഷൻ വാസ് ഏബിൾ ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദെയർ പവർ ടു റിമൂവ് ദ ഗവൺമെൻറ്. ഇറ്റ് ഓൾസോ ലെഡ് ടു ദ ഫ്രെയിമിംഗ് ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് തന്നെയാണ് പിന്നീട് അമേരിക്കൻ ഭരണഘടന നിലവിൽ വരാൻ കാരണമുണ്ടായത്. വേൾഡിൽ തന്നെ ആദ്യം എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ളത് അമേരിക്കയുടെയാണ് കേട്ടോ. അമേരിക്കൻ ഭരണഘടന, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇന്ത്യയുടെയും എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എല്ലാ ഭരണഘടനയും എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കും എഴുതി വെച്ചതല്ലേ എന്നല്ല. ഓറൽ അതായത് പറഞ്ഞുകൊണ്ട് മാത്രം റൂൾസ് കൈമാറ്റം ചെയ്യപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. ചില രാജ്യങ്ങളുടെ മാത്രമാണ് എഴുതി വയ്ക്കപ്പെട്ട ഭരണഘടനയുള്ളത്, പുസ്തകമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ഫ്രഞ്ച് വിപ്ലവം 1789 1789 that the people of France revolted, raising the slogan liberty, equality, fraternity. This revolution gave acceptance to the principle that supreme power rests with the people, not with the king. With this, a constitution was formed in France, making the powers of the king subordinate to the constitution. അപ്പോൾ 1789 ഫ്രാൻസിലെ ആളുകൾ ഒരു സ്ലോഗൻ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു സ്ലോഗൻ റേസ് ചെയ്തു. അതിനുശേഷം റവല്യൂഷനോട് കൂടിയിട്ട് ആളുകൾക്കാണ് സുപ്രീം പവർ, കിങ്ങിനല്ല എന്നുള്ള ഒരു അക്സെപ്റ്റൻസിലേക്ക് വന്നു. ഇതിനുശേഷം ഫ്രാൻസിന് ഒരു ഭരണഘടന ഫോം ചെയ്തു. കിങ് മേക്കിംഗ് ദ പവേഴ്സ് ഓഫ് ദി കിങ് സബോർഡിനേറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫസ്റ്റ്, അതിന് ശേഷമേ കിങ് ഉള്ളൂ എന്നൊരു നിലയിലേക്ക് അവരെത്തിച്ചു കാര്യങ്ങളെ. ഇനി നമുക്കുള്ളത് ഫില്ല് ചെയ്യാനുള്ള ഒരു വർക്ക്ഷീറ്റാണ്. ദ പവർ ഓഫ് ദ കിങ് വർ സബ്ജക്റ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ദ വേൾഡ്സ് ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ്സ് ഇൻ ഹിസ്റ്ററി ഹമ്മുറാബീസ് കോഡാണ്. The king's autocracy ended and the power of the parliament increased. Glorious Revolution of 1688 ആണ്. Milestone in the history of human rights, Magna Carta. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഭരണഘടന എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചർ, പ്രോസസ് ഓഫ് അമെൻമെൻറ്റ്, മെത്തേഡ് ഓഫ് ഫോർമേഷൻ വെച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് ഒന്നിൽ റിട്ടൺ ആവാം അല്ലെങ്കിൽ അൺറിട്ടൺ ആവാം. എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എഴുതി വെക്കാത്തതും ഉണ്ട്. പ്രോസസ് ഓഫ് അമെൻമെൻറ്റ്, പിന്നെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് എഴുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ തിരുത്തലുകൾ വരും. ഓരോ കാലങ്ങൾ മാറുമ്പോൾ, ഓരോ ഭരണാധികാരികൾ വരുമ്പോൾ നിയമങ്ങളിലൊക്കെ ചില തിരുത്തലുകൾ കൊണ്ടുവരും. ആ തിരുത്തലുകൾ കൊണ്ടുവരുന്നതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുക കേട്ടോ. പ്രോസസ് ഓഫ് അമെൻമെൻറ്റ് ചിലപ്പോൾ റിജിഡ് ആയിരിക്കും, ചിലപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. റിജിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കുറച്ച് ടഫായിരിക്കും. ഓൾറെഡി കുറേ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ, ആ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് റിജിഡ്. ബുദ്ധിമുട്ടില്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങളുണ്ട്, അതാണെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്. മെത്തേഡ് ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ ഇനാക്റ്റഡ്, ഇവോൾവ്ഡ്. നമ്മൾ എന്തിൽ നിന്നെങ്കിലും ഇനാക്ട് ചെയ്തെടുത്തതായിരിക്കും അല്ലെങ്കിൽ സ്വയം ഇവോൾവ് ചെയ്തത്, അങ്ങനെയാണ് മെത്തേഡ് ഓഫ് ഫോർമേഷൻ. അപ്പോൾ എന്താണ് ഈ സംഭവം നമുക്ക് നോക്കാം. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അൺറിട്ടൺ. റിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ written constitution is one in which the fundamental principles and laws of a country are written, codified and systematically organized in the form of a book. എല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും ഒരു ബുക്കിൻ്റെ രൂപത്തിൽ. ഇന്ത്യ, USA, അമേരിക്ക ഒക്കെയാണ് എക്സാമ്പിൾ. അൺറിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസോ ലോസോ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല, സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല. എക്സാമ്പിൾ UK, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. ഇനി റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്ക് അമെൻമെൻറ്റ് ചെയ്യാൻ, അതായത് എഴുതി വെച്ച സംഭവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ, മേക്കിംഗ് ചേഞ്ചസ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സാണ്, കുറച്ച് ടഫാണ്. USA, ഓസ്ട്രേലിയ ഒക്കെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനുകളാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വൺ വിച്ച് ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഈസിലി. അമെൻമെൻറ്റ് ഈസി ആയിട്ട് വരുത്താം, നമുക്ക് മാറ്റങ്ങൾ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷനുകളാണ് യുണൈറ്റഡ് കിങ്ഡവും ന്യൂസിലാൻഡും ഒക്കെ. Enacted constitution is one that is drafted and implemented after the formation of constituent assembly or council and is formally brought into effect. Enacted എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച് ഡ്രാഫ്റ്റ് ചെയ്ത് പാസ്സാക്കി ഒരു അസംബ്ലിയൊക്കെ കൂടി അത് എല്ലാവരുടെയും താല്പര്യപ്രകാരം ഫോർമലി അത് ഭരണത്തിൽ അല്ലെങ്കിൽ അത് ബ്രോട്ട് ഇൻ ടു ഇഫക്റ്റ്
നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് ഇനാക്റ്റഡ് ആണ്. ഇന്ത്യയുടെ USA ഒക്കെ അങ്ങനെയാണ്. ഇന്ത്യയുടെയൊക്കെ ശരിക്കും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്തൊക്കെ വേണം വേണ്ടാന്ന് എഴുതി തയ്യാറാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് ഇനാക്റ്റഡ്. ഇവോൾവ്ഡ് അങ്ങനെയല്ല. ആൻഡ് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ദാറ്റ് ഹാസ് ഡെവലപ്ഡ് ഓവർ ടൈം. കാലങ്ങളായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ ഇവോൾവ് ചെയ്തതായിരിക്കും. അതിൽ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും, ജുഡീഷ്യൽ ഡിസിഷൻസ് ഉണ്ടാവും, ലോസ്, കൺവെൻഷൻ, ട്രഡീഷൻ, കസ്റ്റംസ് എല്ലാം ഉൾപ്പെടും. യുണൈറ്റഡ് കിങ്ഡം, കാനഡയൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ക്ലാസിഫൈ ദ കൺട്രീസ് മെൻഷൻ ആസ് എക്സാമ്പിൾസ് അക്കോർഡിംഗ് ടു ദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ടു ദ ടേബിൾ. റിട്ടൺ ആണെങ്കിൽ ഇന്ത്യ, USA. അൺറിട്ടൺ ആണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ UK, ന്യൂസിലാൻഡ്. റിജിഡ് ആണെങ്കിൽ USA, ഓസ്ട്രേലിയ. ഫ്ലെക്സിബിൾ ആണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. ഇനാക്റ്റഡ് ആണെങ്കിൽ ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA. ഇവോൾവ്ഡ് ആണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം, കാനഡ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ക്വാളിറ്റീസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുള്ള എസെൻഷ്യൽ ക്വാളിറ്റീസ്. ആദ്യം നമുക്ക് ഡൈനാമിക് നോക്കാം കേട്ടോ. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു മേക്ക് ടൈംലി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. ടൈംലി ചേഞ്ചസ് വരുത്തണം സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട്. ക്ലാരിറ്റി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്. അതിലെല്ലാ പ്രൊവിഷൻസും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ബ്രേവിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി പ്രിസൈസ് വിത്ത് എസെൻഷ്യൽ പ്രൊവിഷൻസ്. കോംപ്രിഹെൻസീവ്നെസ് എന്താ? ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ ഷുഡ് ബി കോംപ്രിഹെൻസീവ്ലി സ്റ്റേറ്റഡ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും സിറ്റിസൺസിൻ്റെ ഡ്യൂട്ടീസും റൈറ്റ്സും കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവണം. സൂട്ടബിലിറ്റി, ഇറ്റ് മസ്റ്റ് ബി സൂട്ടബിൾ ഫോർ മീറ്റിംഗ് പീപ്പിൾസ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ. ആളുകളുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളും അതിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നോട്ട് തയ്യാറാക്കാനാണ്. ഡൈനാമിക്കിലുള്ളത് എടുത്ത് എഴുതുക. സൂട്ടബിലിറ്റി, കോംപ്രിഹെൻസീവ്നെസ്, ബ്രേവിറ്റി, ക്ലാരിറ്റി. ഇത് അവിടെ ഉള്ളത് തന്നെയാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ വായിക്കുന്നില്ല. നോട്ട് തയ്യാറാക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ആവശ്യമുള്ളവർ നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.